കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി വ്യക്തമായ നിർദ്ദേശം വന്ന് ഇവിടെ വെച്ച് തന്നെ കൂടിയ ഒരു മീറ്റിംഗിൽ മന്ത്രിയും മേയറും കൂടെ ഉൾപ്പെടുന്ന ഒരു യോഗത്തിൽ വെച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എങ്കിലും 100% അത് പൂർത്തിയായില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്നില്ലെന്നുള്ള വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ പലരുടെ പരാതികളൊക്കെ ചെറിയ തോതിലൊക്കെ ലഭിക്കുന്നുണ്ട്. കൂടുതൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ കൂടുതൽ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഷോർട്ടേജ് വന്നത് ഇപ്പം അവര് പറയുന്നത് ഉത്സവത്തിന്റെ തലേദിവസം തന്നെ അവരുടെ വാൽവുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ആറ്റുകാൽ പ്രദേശത്ത് മാക്സിമം വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നു എന്നാണ് വിവരം നമുക്ക് നൽകിയിട്ടുള്ളത്, ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ളത്. സാധാരണ ആറ്റുകാൽ വാർഡില് രാത്രി 10 മണിക്ക് പോയാൽ രാവിലെ 5 മണിക്കേ വരുള്ളൂ. പക്ഷെ ഇന്നലെ മുതൽ കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ട്. അപ്പൊ അവര് ഈ വാർഡ് മെയിൻ ആയിട്ടും നോക്കിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള സൈഡിലേക്കും ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇതിന് കുറച്ച് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ എവിടെ ഷോർട്ടേജ് വന്നാലും ടാങ്കറിൽ കൊടുക്കാമെന്നുള്ള ഒരു ഇത് സമ്മതവും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാക്സിമം അവര് ഇതിനോട് കൃത്യമായിട്ട് തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ താലപ്പൊലി ദർശനം ഇത് നിങ്ങൾ വഴി എല്ലാവർക്കും എത്തണം എന്നുള്ളതാണ്. അതുപോലെ ഈ തിരക്ക് ഓരോ വർഷവും തിരക്ക് കൂടി വരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്കും പല കാര്യങ്ങളിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലൊന്നാണ് താലപ്പൊലി കുട്ടികളുടെ കൂടെ 2 പേരെ വീതമേ ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറ്റാൻ സാധിക്കും. കാരണം താലപ്പൊലി കുട്ടികളും അവരുടെ കൂടെ വരുന്നവരും ഒരു ക്യൂ, മറ്റു സാധാരണ ദർശനത്തിന് വരുന്നത് ഒരു ക്യൂ ആണ്. അപ്പോൾ താലപ്പൊലി കുട്ടികളുടെ കൂടെ 2 പേരെയാണ് ആ ക്യൂവിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിനുള്ളിലോട്ട് വിടുന്നത്. അതിലും നിങ്ങളൊരു മീഡിയ വഴി ഒന്ന് ഭക്തജനങ്ങളിൽ എത്തിച്ചാൽ നല്ലതായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. കാരണം അവരാണല്ലോ ഈ തിരക്കിനെ നിയന്ത്രിക്കുന്നതിന് അവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ബാക്കി ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മീഡിയ വഴി ഒന്ന് ജനങ്ങളിൽ എത്തിച്ചാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. പാർക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രത്യേക സംവിധാനം സ്ഥലവും നൽകി വളരെ ഹാപ്പിയായിട്ടാണ് കഴിഞ്ഞ വർഷം പോയി. കഴിഞ്ഞ വർഷമാണ് ആ സ്ഥലം നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഈ പ്രാവശ്യം ആ സ്ഥലം അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ ബാക്കി കുറച്ച് സ്ഥലം ബാക്കി വരുന്നത് ആംബുലൻസ് പോലെ എന്തെങ്കിലും കൂടെ പാർക്ക് ചെയ്യാനുള്ള മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട വലിയ സ്ഥലമാണ്. അത് കുറച്ചധികം വലിയ സ്ഥലമായതുകൊണ്ട് മാത്രമായിട്ടല്ല, നിങ്ങളുടെ വണ്ടികൾ എന്തെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. ഉണ്ട്. കഴിഞ്ഞ പോലെ തന്നെ ഇത്തവണ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ ആ കരുതലുണ്ട്. എല്ലാവരുടെയും റിക്വസ്റ്റ് ഉള്ളത് തലേ ദിവസം മാത്രമേ ദയവ് ചെയ്ത് രാവിലെ വണ്ടി കൊണ്ടുവരാവൂ. അതിന്റെ തലേ ദിവസം വൈകുന്നേരം കൊണ്ടുവന്ന് ലൈവാണ് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകാർ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഈക്വലാണ്. നമുക്ക് എല്ലാവരെയും തുല്യ പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ OB വാനുകളും തലേ ദിവസം, അതായത് 2-ാം തീയതി രാവിലെ ഒരു 9 മണി കഴിഞ്ഞ് എത്തുന്ന രീതിയിൽ സഹകരിച്ചാൽ എല്ലാവർക്കും സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വിളക്ക് കെട്ടാത്ത കയറ്റാൻ പറ്റില്ല. അതൊരു ആചാരപരമായ ഒരു കാര്യമാണ്. അപ്പൊ രാത്രി 12 മണിക്ക് ശേഷം മാത്രം, ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ വിളക്ക് കെട്ട് അകത്ത് പ്രവേശിക്കുകയുള്ളൂ. ഇല്ലില്ല, വിളക്ക് കെട്ട് കയറി ഇറങ്ങിയ ഉടൻ നിങ്ങൾ ഒറ്റ റൗണ്ട് മാത്രം വലിച്ച് പുറത്തിറക്കിയിട്ടാണ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഇത് കയറി പുറത്തിറങ്ങിയാൽ ഉടൻ സ്റ്റാൻഡ് നിർമ്മിക്കാൻ തുടങ്ങും. അത് നിർമ്മിച്ച് പൂർത്തിയാകാൻ അല്പ സമയം എടുക്കും. ഒരു മണിക്കൂർ 2 മണിക്കൂർ 6-6:30 മണി 7 മണിയിലേക്ക് പോകാറുണ്ട്. ഇപ്രാവശ്യം 1:30 മണിക്ക് തന്നെ അത് എത്തിയാലേ തൊഴിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അവർക്ക്. അത് കഴിഞ്ഞ് പിന്നെ തൊഴിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് 1:30 മണിക്ക് മുമ്പ് എല്ലാവരും എത്തിച്ചേരാനാണ് നമ്മുടെ ഒരു വിനീതമായ അതുപോലെ. പക്ഷെ മൊത്തം പൊതുവെ ദർശന സമയം കുറവാണ്. അപ്പൊ ബാക്കി നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളവരൊക്കെ മുമ്പേ തന്നെ ദർശനം നടത്തി അന്നത്തെ ദിവസം ദൂരെ നിന്ന് വരുന്നവർക്ക് ദർശനം ഒരുക്കാനുള്ള ഒരു സൗകര്യം നാട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ ഈ പരിസര സമീപവാസികളും അല്ലെങ്കിൽ നഗരത്തിൽ താമസിക്കുന്നവരും ഒക്കെ ഒന്ന് ചെയ്യണമെന്നൊരു വിനീതമായ റിക്വസ്റ്റോടെ മുന്നോട്ട് വയ്ക്കുകയാണ്. പോയതിനു ശേഷം മാത്രമേ ദേവി എഴുന്നള്ളാൻ പറ്റൂ. ടൈം നമ്മൾ ഇതിൽ പറയുന്ന ടൈം ഒരിക്കലും കിട്ടാറില്ല. കാരണം ഈ കുട്ടികളെ പോകുന്നതനുസരിച്ച് ആണ് വരുന്നത്. നമ്മുടെ സമയം കുത്തിയോട്ടം ചൂരൽകുത്ത് ചടങ്ങാണ് മെയിനായിട്ട് വരുന്നത്. കുട്ടികളൊക്കെ പോയതിനു ശേഷം ദേവി എഴുന്നള്ളും. അതിൽ ഒന്ന് മൂലവിഗ്രഹം നമ്മുടെ പ്ലാവിൻ തടിയിൽ നിർത്തി അതിനെ കൊത്തിയെടുത്ത് മുമ്പ് മുതൽ ഇത് ആരാധിച്ചു വരുന്ന മൂലവിഗ്രഹമാണ്.
അത് പ്ലാവിൻ തടിയിലാണ്. അതിലാണ് മുമ്പ് മുഴുക്കാപ്പ് ചാർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തങ്ക അങ്കി നിർമ്മിച്ച് അതിന് നിർമ്മിച്ചിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകം ഇപ്പോൾ അഭിഷേകമൊന്നുമില്ല. അതിൻ്റെ രണ്ടാമത്തെ വിഗ്രഹം എന്ന് പറയുന്നത് പഞ്ചലോകത്തിൽ തീർത്ത അഭിഷേക വിഗ്രഹമാണ്. അതിനകത്താണ് എല്ലാ അഭിഷേകങ്ങളും നടക്കുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ശ്രീബലി വിഗ്രഹമാണ്. അത് വെള്ളിയിൽ തീർത്തതാണ്. അത് ശ്രീബലിക്കും മറ്റും പുറത്ത് ഉപയോഗിക്കുന്നതാണ് ഈ വിഗ്രഹം. ഇങ്ങനെ 3 വിഗ്രഹങ്ങളുണ്ട്. അത് ഈ ദാരു വിഗ്രഹം എന്ന് പറയുന്നത് ആറ്റുകാലിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്ലാവിൻ തടിയിലാണ് വളരെ പണ്ട്, വളരെ പ്രാചീന കാലം മുതൽ വെച്ച് ആരാധിക്കുന്ന വിഗ്രഹമാണ്. പിന്നെ എഴുന്നള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാ ഒരുക്കങ്ങളും എഴുന്നള്ളത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും ആനയുടെ ഇടമ്പായിരുന്നാലും ബാക്കിയുള്ള കുടവ ചമയങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇവിടുന്ന് ഇത് പോയി കഴിഞ്ഞാൽ മണക്കാട് ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അത് അവിടെ ചെന്ന് ആനപ്പുറത്ത് എഴുന്നള്ളി അവിടെ ചെന്ന് ഇറക്കി പൂജിച്ച ശേഷം തിരിച്ച് എഴുന്നള്ളി ഇവിടെ വന്ന് ദേവിയെ അകത്ത് എഴുന്നള്ളിച്ച് രാത്രി കാപ്പഴിച്ച് അതിനുശേഷം കുരുതി തർപ്പണത്തോടുകൂടി ചടങ്ങ് അവസാനിക്കും. ഇത്രയാണ് പറയാനുള്ളത്. എല്ലാ മീഡിയക്കാരും സഹകരിച്ച് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാ അനുഗ്രഹങ്ങളും ദേവി നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറെ കാര്യങ്ങളെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച കണക്ക് പൊങ്കാല ദിവസം ഈ 1.5 മണിക്ക് ശേഷമുള്ള ദർശനം ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് തലേ ദിവസമുള്ള ആ ഒരു ദർശന ടൈം കൂട്ടുന്നതിനെ പറ്റി ഞങ്ങൾ കാര്യമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുന്നതാണ്. സാധാരണഗതിയിൽ നട അടയ്ക്കുന്നത് 1 മണിക്കാണെങ്കിലും ചിലപ്പം അന്നേ ദിവസം ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുതലാണ് എങ്കിൽ ചിലപ്പോൾ 2 മണിയോ 2:30 മണിയോ രൂപ അതിന് കിട്ടുന്നതിനെ പറ്റി ഒരു തീരുമാനം എടുത്ത് അറിയിക്കുന്നതാണ്. മാക്സിമം ആൾക്കാർക്ക് തൊഴുത് ഭക്തജനങ്ങൾക്ക് പോകാനുള്ള ഒരു സർവീസ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ആകുന്നതും ഭക്തജനങ്ങൾ 1.5 മണിക്ക് മുമ്പ് തന്നെ വന്ന് ദേവി ദർശനം നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ 1.5 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് തുറക്കുള്ളൂ. 7 മണിക്ക് തുറന്നാൽ പോലും അതിൻ്റെ ബാക്കി പൂജാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 7:30 മണിക്ക് ശേഷം അത് പ്രവേശനം പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കുത്തിയോട്ടത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങി കഴിയും. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഭക്തജനങ്ങൾ നേരത്തെ ദർശനം നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്നത്തെ പ്രസ് മീറ്റിന് പ്രസിഡന്റ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കൂടാതെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, മറ്റ് കമ്മിറ്റി കൺവീനർമാർ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ട്രസ്റ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ട്രസ്റ്റ് പാസ്, ഇതിൻ്റെ പ്രസ് പാസ് ഇത് കഴിഞ്ഞ് മീഡിയ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു.